കവിതയുടെ പൊരുളിൽ സാഹിത്യ സദസ്സ് തീർത്ത് കൊയക്കട്ടയുടെ എഴുത്തുകാരൻ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കവിതയുടെ പൊരുളിൽ സ്കൂളിൽ സാഹിത്യ സദസ്സ് തീർത്ത് കൊയക്കട്ടയുടെ എഴുത്തുകാരൻ. വായനാ ദിനത്തിൽ അന്നൂർ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കവി ദിവാകരൻ വിഷ്ണുമംഗലവുമായി സംവദിച്ചത്. കവിതയും ജീവിതവും എന്ന വിഷയത്തിൽ ദീർഘപ്രഭാഷണത്തിന് ശേഷമാണ് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജീവിതഗന്ധിയായ ഉത്തരങ്ങൾ നൽകിയത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ ഒഴുക്കാനുള്ള ഒരു തോണിയാണ് എല്ലാ പുസ്തകവും. ഒരു എഴുത്തുകാരന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ ഇതൊക്കെ ഒഴുക്കാനുള്ള, ആരുടെ അടുത്തേക്കാണ്? നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കാനുള്ള തോണിയാണ് എല്ലാ പുസ്തകങ്ങളും. പുസ്തകങ്ങൾ നമുക്ക് ഭാവനയുടെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഒരു പാത തരുന്നു. നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് പ്രകാശമാനമാണ്. അത്തരമൊരു പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് എല്ലാ എഴുത്തും. പുതിയ തലമുറ കന്യമായ ഗ്രാമജീവിതത്തിന്റെ തുടിപ്പുകൾ, മിന്നിമറയുന്ന കവിതകൾ പിഞ്ചു കുട്ടികളിൽ പോലും കൗതുകത്തിന്റെ വേലിയേറ്റം തീർത്തു. പറഞ്ഞും പറയിപ്പിച്ചും ഏറെ നേരം നീണ്ട മുഖാമുഖം ജീവിതം തന്നെയാണ് എഴുത്ത് എന്ന് കുട്ടികളെ പഠിപ്പിച്ചത് അവരിൽ അറിവിന്റെ നവ്യ വിസ്മയം തീർക്കുന്നതായിരുന്നു. വയൽ വരമ്പിലൂടെ സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട, മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി, മഴയത്ത് നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ, കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും കുട്ടികളുടെ കൈയെഴുത്ത് മാസിക മുളയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് VM ഉമ അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് രതീഷ് ബാബു, നാരായണൻ പുതുമന, സുധീഷ് P എന്നിവർ സംസാരിച്ചു. കവിതാലാപനവും വായനാക്കുറിപ്പ് അവതരണവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Stereo Systems. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.